വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാത്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് രണ്ട് ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി അഥവാ നിശേഷഹരണം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ നിശേഷഹരണം എന്ന് പറഞ്ഞാൽ എന്താ? ചില സംഖ്യകൾ തന്നിട്ട് ആ സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ, 10 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ, 25 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ, 30 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോ ഒരു സംഖ്യ തന്നിട്ട് ആ സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാ നമ്മൾ ആൻസർ എഴുതുക എന്നുള്ളതാണ്, അത് എങ്ങനെയാ ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിശേഷഹരണം എന്ന് പറയുന്നത്. അതായത് 15. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടീച്ചർ എക്സാമ്പിൾ എഴുതാം. 15 ഡിവൈഡഡ് ബൈ 3. അപ്പൊ 15നെ ഹരിച്ചു അല്ലെ, 15നെ ഹരിച്ചു, 3 കൊണ്ട് ഹരിച്ചു, 3 15 എന്ന് കിട്ടി. ഇവിടെ എന്ത് വന്നു? ശിഷ്ടം 0 വന്നു. അപ്പൊ അത് നിശേഷം ഹരിക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ നിശേഷഹരണം എന്ന് പറയുന്നത്. അപ്പോ ഈ സംഖ്യകൾ ഇങ്ങനെ ഇപ്പോ 15 ഡിവൈഡഡ് ബൈ 3 എന്ന് തന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് പറഞ്ഞത് കൃത്യമായിട്ട് പറ്റിയത്. അല്ലെങ്കിൽ ഇപ്പോ 75,28,291 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ, ഇത്രയും വലിയൊരു സംഖ്യ തന്നിട്ട് 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അത് മുഴുവൻ ഹരിച്ചുണ്ടാക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം കുറെ വേസ്റ്റ് അല്ലേ. അപ്പൊ അത്തരം ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് രണ്ടുകൊണ്ടുള്ള നിശേഷീകരണം പഠിക്കാം. രണ്ടുകൊണ്ട് ഒരു സംഖ്യയെ രണ്ടുകൊണ്ട് എങ്ങനെയാ നിശേഷം ഹരിക്കാൻ പറ്റുക? ഒരു സംഖ്യയെ രണ്ടുകൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ ആ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് ആ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ, ഒറ്റയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒറ്റയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അവസാനത്തെ അക്കം. നമുക്ക് തരുന്ന സംഖ്യയുടെ അവസാന അക്കം എന്തായിരിക്കണം? അതായത് ഒന്നുകിൽ 0, അല്ലെങ്കിൽ 2, അല്ലെങ്കിൽ 4, അല്ലെങ്കിൽ 6, അല്ലെങ്കിൽ 8. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് എന്ത് ഹരിക്കാം? ആ സംഖ്യയെ 2 കൊണ്ട് ഹരിക്കാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10ന്റെ അവസാനത്തെ അക്കം അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനം 0 ആണ്, 2 കൊണ്ട് ഹരിക്കാം. 234 കണ്ട, അവസാനത്തെ അക്കം 4 ആണ്, ഹരിക്കാൻ പറ്റും. 1868 അവസാനത്തെ അക്കം 2 ആണ്. ഇനി 34,235 ഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. അവസാനത്തെ അക്കം എന്താണ്? 5 ആണ്. എന്ത് വരണം? 0, 2, 4, 6, 8. അതായത് ഇപ്പൊ ഒരു സംഖ്യ തരാണ് 75,24,236. അപ്പൊ 6 വന്നു. അവസാനത്തെ അക്കം 2 കൊണ്ട് ഹരിക്കാം. ഇനി 1,32,47,234. അപ്പൊ ലാസ്റ്റ് 4 വന്നു, ഹരിക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കാം. അവസാനത്തെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറഞ്ഞ ഏറ്റവും അവസാനത്തെ അക്കത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു സംഖ്യ തന്നാലും ആ സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്നറിയാനായിട്ട് അവസാനത്തെ അക്കം അഥവാ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം നോക്കുക. അത് 0 ആണോ, 2 ആണോ, 4 ആണോ, 6 ആണോ, 8 ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഹരിക്കാം. രണ്ടൊക്കെ വളരെ എളുപ്പമാണ്. ഒന്നും അറിയാത്ത കുട്ടികൾ, ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് എല്ലാ കാര്യവും മനസ്സിലാക്കി കൊടുക്കണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ 2 തൊട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം തൊട്ട് പഠിക്കുന്നത്. അപ്പൊ 2ന്റെ കാര്യം ക്ലിയർ ആയില്ലേ മക്കളെ? അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമുക്കൊരു സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് എങ്ങനെ അറിയാൻ പറ്റുക? ഒരു സംഖ്യ തന്നു, 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. 7,31,000 എന്താണ് 243. ഇതിനെ എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ പറയാണ്. ഒരു എക്സാമ്പിൾ തന്നേക്കാണ്. PSC ഒരു ചോദ്യം ചോദിച്ചേക്കാണ്. 7,31,243 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ ആ സംഖ്യയിലെ അക്കങ്ങളുടെ തുക, ആ സംഖ്യ മൊത്തം ഈ സംഖ്യ ഉണ്ടല്ലോ, ആ സംഖ്യയിലെ ഈ തന്ന സംഖ്യയുടെ അക്കങ്ങളുടെ തുക, അക്കങ്ങളുടെ തുക എന്തായിരിക്കണം? 3ന്റെ ഗുണിതമായിരിക്കണം. അപ്പൊ അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 7 + 3 + 1 + 2
പ്ലസ് 4 പ്ലസ് 3, 7 മൂന്നും 10, 11 11, 11 2 13, 13 4 17, 17 3 20, 20 ഇത് 3ന്റെ ഗുണിതാണോ? 7 3 21 അല്ലേ? 7 3 21, 6 3 18, അപ്പൊ 18ഉം 21, അപ്പൊ അതിന്റെ ഇടയിലാണ് 20 കിടക്കണം. 20 എന്ത് പറ്റില്ല? 3ന്റെ ഗുണിതല്ല. അപ്പൊ ഇനിയിപ്പോ അടുത്തത് നോക്കാം. വീണ്ടും ഒരെണ്ണം ഞാൻ എഴുതാം, നോക്കുക. ഇത് തന്നേക്കാണ്, ഈ ഒരു സംഖ്യ തന്നേക്കാണ്. 1 10 100 1000 10000 ലക്ഷം 10 ലക്ഷം 73,12,431. അപ്പൊ നമ്മൾ വീണ്ടും കൂട്ടാണ്. 7 പ്ലസ് 3 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 4 പ്ലസ് 3 പ്ലസ് 1, 3 1 4, 4 4 8, 8 2 10, 10 1 11, 11 3 14, 14ഉം 7ഉം 21, 21, 7 3 21, അപ്പൊ അത് 3ന്റെ ഗുണിതാണ് അല്ലെ? അപ്പൊ 7 3 21 3ന്റെ ഗുണിതായില്ലേ? അപ്പൊ എന്താണ് 3ന്റെ ഗുണിതാണ്? ഇതിനെ 3 കൊണ്ട് ഹരിക്കാം. ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പോ ഒരു സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ ആ സംഖ്യയിലെ അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതങ്ങളായിരിക്കണം. 3ന്റെ ഗുണിതമായാലേ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റൂ. 2 കൊണ്ട് നിശേഷം 3 കൊണ്ട് ഹരിക്കണമെങ്കിൽ 3ന്റെ ഗുണിതമാകണം. 2 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ എന്താ പറഞ്ഞേ? 0 2 4 6 8 എന്നിവ എന്തിന്റെ സ്ഥാനത്ത് വരണം? ഒറ്റയുടെ സ്ഥാനത്ത് വരണം, അല്ലെങ്കിൽ അവസാന അക്കമായി വരണം. എന്നാലേ എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റുള്ളൂ? 2 കൊണ്ട് ഹരിക്കാൻ പറ്റുള്ളൂ. ഇത് രണ്ടും ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇനി അടുത്ത, അപ്പൊ 2ഉം 3ഉം കഴിഞ്ഞു. അടുത്തത് പറയാണ്, ഒരു സംഖ്യയെ 4 കൊണ്ട് എങ്ങനെയാ നിശേഷം ഹരിക്കുക? ഒരു സംഖ്യയെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നറിയാൻ ഇപ്പൊ എക്സാമ്പിൾ പറയാ ടീച്ചർ. അതായത് 36,028 എന്നൊരു സംഖ്യ തന്നേക്കാണ് കേട്ടോ. 36,028 എന്നൊരു സംഖ്യ തന്നിട്ട് ഈ സംഖ്യയെ ഹരിക്കാൻ പറ്റുമോ 4 കൊണ്ട് എന്നാ ചോദിക്കണേ. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയെ 4 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ ആ സംഖ്യയുടെ അവസാനത്തെ രണ്ടക്കങ്ങൾ, അവസാനത്തെ രണ്ടക്കം 36,028 എന്ന് പറയുമ്പോ അവസാനത്തെ രണ്ടക്കം 28 ആണ് അല്ലെ? അവസാനത്തെ രണ്ടക്കങ്ങൾ ചേർന്ന സംഖ്യ 4ന്റെ ഗുണിതമായിരിക്കണം. 4ന്റെ ഗുണിതം, അവസാനത്തെ രണ്ടക്കങ്ങൾ 4ന്റെ ഗുണിതമായിരിക്കണം. അല്ലെങ്കിൽ അവസാനത്തെ രണ്ടക്കം എന്തായിരിക്കണം? 0 അപ്പൊ ഇങ്ങനെ തന്നാ ഇപ്പോ അത് ഒന്നും കൂടെ ഞാൻ പറയാം. അവസാനത്തെ രണ്ടക്കം 4ന്റെ ഗുണിതമായിരിക്കണം. അവസാനത്തെ രണ്ടക്കം അതാണ് അല്ലെ? അപ്പൊ 28, 7 4 28, അവസാനത്തെ രണ്ടക്കങ്ങൾ 4ന്റെ ഗുണിതാണ്. അപ്പൊ ഇത് ഹരിക്കാൻ പറ്റും. ഇനി ഇങ്ങനെ തന്നേക്കണേ നോക്കൂ. 36,000 എന്നാ തന്നേക്കണേ. അപ്പൊ അവസാനത്തെ രണ്ടക്കം എന്താ? 0 അല്ലേ? അപ്പോഴും 4 കൊണ്ട് ഹരിക്കാം. ക്ലിയർ ആയോ? അപ്പൊ അവസാനത്തെ രണ്ടക്കങ്ങൾ ചേർന്ന സംഖ്യ 4ന്റെ ഗുണിതമോ, അല്ലെങ്കിൽ അവസാനത്തെ രണ്ടക്കങ്ങൾ ചേർന്ന സംഖ്യ 4ന്റെ ഗുണിതമോ, അല്ലെങ്കിൽ എന്തായിരിക്കണം? അവസാനത്തെ രണ്ടക്കങ്ങൾ 0 ആണെങ്കിൽ ആ സംഖ്യയെ എന്തുകൊണ്ട് നിശേഷം ഹരിക്കാം? 4 കൊണ്ട് ഹരിക്കാം. ഇപ്പൊ 5,14,700 എന്ന് തന്നേക്കാണ്. അപ്പൊ ഇതിനെ 4 കൊണ്ട് നിശേഷം ഹരിക്കാം. കാരണം അവസാനത്തെ രണ്ടക്കം എന്താ മക്കളെ? 0 ആണ് അല്ലെ? ക്ലിയർ ആയോ? അപ്പൊ 4 കൊണ്ട് നിശേഷം എങ്ങനെയാ ഹരിക്കാൻ പറ്റാന്നുള്ളത്. അടുത്തത് നോക്കാം. 5 കൊണ്ട് അപ്പൊ നമ്മള് ഈ റൂൾസ് പഠിച്ചാൽ മാത്രമാണ് നമുക്കത് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഇത് എന്താന്ന് മനസ്സിലാക്കണം. അടുത്തത് 5. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു സംഖ്യ തന്നിട്ട് ആ സംഖ്യ 5 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ ആ സംഖ്യയുടെ അവസാനത്തെ അക്കം, അവസാന അക്കം ഒന്നുകിൽ 5 ആവുക, അല്ലെങ്കിൽ 0 ആവുക. 5ഓ 0 ആവുക അല്ലെ? അങ്ങനെയാണെങ്കിൽ 5 കൊണ്ട് നിശേഷം ഹരിക്കാം. ഒന്നുകിൽ 5 ആവുക, അല്ലെങ്കിൽ 0 ആവുക. ഇപ്പൊ എക്സാമ്പിൾ 2,310, 7,315, 4,620, 8,215, അങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെയാ? അവസാനത്തക്കം 5 വന്നേക്കണേ, അല്ലെങ്കിൽ 0 വന്നേക്കണേ. അവസാനത്തക്കം 5ഓ അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തക്കം 5ഓ 0 ആയാൽ ആ സംഖ്യയെ 5 കൊണ്ട് നിശേഷം ഹരിക്കാം. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ ഒരു സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ അവസാനത്തേക്കം അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തേക്കം 0 2 4 6 8 എന്നിങ്ങനെയായിരിക്കും. ഒരു സംഖ്യയെ 3 കൊണ്ട് നിശേഷം
ഹരിക്കണമെങ്കിൽ ആ സംഖ്യയിലെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് ആ തുക 3ന്റെ ഗുണിതമായിരിക്കണം. 4 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ ഒരു സംഖ്യയുടെ അവസാനത്തെ രണ്ടക്കം ഒന്നുകിൽ 4ന്റെ ഗുണിതമോ അല്ലെങ്കിൽ 0മോ ആയിരിക്കണം. 5 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ അവസാനത്തെ അക്കം അഥവാ ഒറ്റയുടെ സ്ഥാനത്തക്കം ഒന്നുകിൽ 0മോ അല്ലെങ്കിൽ എന്തോ ആയിരിക്കണം, 5ഓ ആയിരിക്കണം. ഇനി അടുത്തത്, ഒരു സംഖ്യയെ 6 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിലോ, ഒരു സംഖ്യയെ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയണമെങ്കിൽ ആ സംഖ്യയെ 3 കൊണ്ടും 2 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റണം. 3 കൊണ്ടും 2 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റണം. അപ്പോ ഒരു കാര്യം ഉറപ്പാണ്, അത് ഒന്ന് ഒരു, അതായത് എന്താ പറയേണ്ടത്, 3 കൊണ്ടും 2 കൊണ്ടും നിശേഷം ഹരിക്കാൻ. അപ്പൊ 2 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ ആ സംഖ്യ ഇരട്ടയായിരിക്കണം, വേണ്ടേ? അപ്പൊ ഇരട്ട സംഖ്യ അല്ലെങ്കിൽ ഓപ്ഷനിൽ നമുക്ക് കളയാം, ഇരട്ട സംഖ്യ ആയിരിക്കണം. ഒന്നെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കുക, 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണം, 3 കൊണ്ട് 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഇരട്ട സംഖ്യ ആവണം, 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണം. ക്ലിയർ ആവില്ലേ നിങ്ങൾക്ക് പറയണത്? അതായത് 6 കൊണ്ട് ഒരു സംഖ്യ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ അതിന് 3 കൊണ്ടും 2 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റണം എന്നാ പറയണേ. 3 കൊണ്ടും 2 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റണത്, 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണമെങ്കിൽ അത് ഇരട്ട സംഖ്യ ആവണ്ടേ? അത് 0, 2, 4, 6, 8 എന്നിവ അവസാനം വന്നാലല്ലേ ഹരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നോക്കാം, 35,724 എന്ന് തന്നിക്കാട്ടെ മക്കളെ. അപ്പോ 3 കൊണ്ടും 2 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റും. 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ആദ്യം തന്നെ മനസ്സിലായി, കാരണം അവസാനത്തെ ഒക്കെ 4. 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് എങ്ങനെ അറിയാം? 3 + 5 + 7 + 2 + 4. 4 2 6, 6 6 12 13, 13 5 18, 18 3 21. 21ന് 3 കൊണ്ട് ഹരിക്കാൻ പറ്റും, 7 3 21. അപ്പൊ ഇതിനെ 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റും? 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പൊ ഒരു സംഖ്യയെ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണമെങ്കിൽ ആ സംഖ്യയെ 3 കൊണ്ടും അതുപോലെ തന്നെ 2 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റണം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ ചോദ്യങ്ങള് ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഇടാട്ടോ, ക്വസ്റ്റ്യൻസ് ഇടാം. ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് ആ ക്വസ്റ്റ്യൻസ് കണ്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്തു നോക്കും. കുറെ പ്രാവശ്യം ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇനി അടുത്തത്, ഒരു സംഖ്യയെ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നാ ചോദിക്കണേ. 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണത് എങ്കിൽ ഹരിക്കേണ്ട സംഖ്യയിലെ അവസാന അക്കത്തിന്റെ ഇരട്ടിയെ ബാക്കി സംഖ്യയിൽ നിന്ന് കുറയ്ക്കണം. ഇപ്പൊ എക്സാമ്പിൾ പറയാം, 3836 തന്നേക്കാണ്. ഇതിനെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? അപ്പൊ നീട്ടി വലിച്ച് ഹരിക്കണ്ട. അവസാന അക്കത്തിന്റെ ഇരട്ടിയെ, അവസാന അക്കം ഏതാ? 6. 6ന്റെ ഇരട്ടി എത്രയാ? 12. അതിനെ ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് കുറയ്ക്കുക. 383 മൈനസ് 12. 2 ഒന്നാവാൻ, അല്ല 2 മൂന്നാവാൻ 1, 1 8ആവാൻ എത്രയാണ്? 7. 371 കിട്ടിയില്ലേ? ഇനി 371ന്റെ അവസാനത്തെ അക്കം ഏതാ? 1. 1ന്റെ ഇരട്ടി എടുക്കുക, 2. 2നെ വീണ്ടും കുറയ്ക്കുക. അപ്പോ 2 7 ആവാൻ 5, 35. ക്ലിയർ ആയോ? ഇപ്പൊ രണ്ടക്ക സംഖ്യ കിട്ടി അല്ലെ? 35 7ന്റെ ഗുണിതല്ലേ? 7 5 35. അപ്പൊ ഇതിനെ 5 കൊണ്ട് 7 കൊണ്ട് നിശേഷം ഹരിക്കാം. ക്ലിയർ ആയോ? അതായത് എത്ര വലിയ സംഖ്യ ആണോ തന്നേക്കണേ വെച്ചാലും ആ സംഖ്യയിലെ അവസാനത്തെ അക്കത്തിന് രണ്ടക്കം വരണവരെ ഈ രീതി തുടരുമ്പോൾ ലഭിക്കുന്ന രണ്ടക്ക സംഖ്യ 7ന്റെ ഗുണിതമാകണം, അവസാനത്തെ അക്കം 7ന്റെ ഗുണിതമാകണം. അപ്പൊ നമ്മൾ ഏത് സംഖ്യയാണോ 7 കൊണ്ട് ഹരിക്കാനുള്ളത് ആ സംഖ്യയെ ഒരു സംഖ്യ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഇപ്പൊ ഇപ്പൊ എക്സാമ്പിൾ പറയാണ്, ഞാൻ ഒരെണ്ണം കൂടെ പറയാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. 41,944 ഇങ്ങനെ ഒരു സംഖ്യ. അപ്പൊ ഇത്തിരി വലിയ സംഖ്യയല്ലേ മക്കള്? 41,944. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ആദ്യം തന്നെ അവസാനത്തെ അക്കെടുക്കും. ഈ അവസാനത്തെ അക്കത്തിന്റെ ഇരട്ടി എടുക്കും. 4 2 8 അല്ലേ? അത് ക്ലിയർ ആയില്ലേ? എന്നിട്ട് ബാക്കി എടുക്കും. 41
തൊണ്ണൂറ്റിനാല്. ഇതിനെ കുറയ്ക്കും. 41-നെ 94 കൊണ്ട് കുറയ്ക്കുമ്പോ എത്ര കിട്ടും? 8 14 6, ബാക്കി 1 8, അപ്പൊ 41 കിട്ടി. ഇവിടെ 4 അക്ക സംഖ്യയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ ഇതെടുത്തു, ഇതിന്റെ ഇരട്ടി എടുത്തു. 6ന്റെ ഇരട്ടി 12, അപ്പൊ 12 എടുത്തു. 2 8 6, 2 8 6, 1 1 0, 4 406 കിട്ടി. അപ്പോൾ ഇവിടെ 3 അക്ക സംഖ്യ, അപ്പൊ അവസാനത്തെ സംഖ്യ 6 എടുത്തു. അതിന്റെ പകുതി ഇരട്ടി എടുത്തു. അപ്പൊ 40 മൈനസ് 12, 40 മൈനസ് 12 എത്രയാ? 28. അപ്പൊ ഇപ്പൊ നമുക്ക് രണ്ടക്ക സംഖ്യ കിട്ടിയില്ലേ? ഈ രണ്ടക്ക സംഖ്യ 7ന്റെ മൾട്ടിപ്പിൾസ് ആണോ? അല്ലേ? അതായത് 7 4 28 അല്ലേ? അപ്പൊ ശരിയായില്ലേ മക്കളെ? അപ്പൊ എന്താ പറഞ്ഞേ? 7 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ ഹരിക്കേണ്ട സംഖ്യയിലെ അവസാനത്തെ അക്കത്തിന്റെ ഇരട്ടിയെ ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് കുറയ്ക്കാം. ഈ പ്രോസസ്സ് എവിടം വരെ? അവസാനത്തെ രണ്ടക്ക സംഖ്യ ലഭിക്കുന്നത് വരെ, ഏറ്റവും അവസാനം രണ്ടക്ക സംഖ്യ ലഭിക്കുന്ന വരെ ഈ പ്രോസസ്സ് കൊണ്ടുവരിക. അവസാനത്തെ രണ്ടക്ക സംഖ്യ വരുമ്പോഴാണല്ലോ നമുക്ക് എളുപ്പത്തിൽ അത് മൾട്ടിപ്പിൾസ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ 7ന്റെ ഗുണിതമാണോ എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത്, ഒരു സംഖ്യ 8ന്റെ ഗുണിതമാണോ എന്നറിയാൻ. ഒരു സംഖ്യ 8 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ അവസാനത്തെ 3 അക്കങ്ങൾ ചേർന്ന സംഖ്യ, അവസാനത്തെ 3 അക്കങ്ങൾ എടുക്കുക. അവസാനത്തെ 3 അക്കങ്ങൾ ചേർന്ന സംഖ്യ എന്തായിരിക്കണം? 8ന്റെ ഗുണിതമായിരിക്കണം. 8ന്റെ ഗുണിതം ആയിരിക്കണം. അല്ലെങ്കിൽ അവസാനത്തെ 3 അക്കങ്ങൾ 0 ആയിരിക്കണം. അവസാനത്തെ 3 അക്കങ്ങൾ 8ന്റെ ഗുണിതമോ അവസാനത്തെ 3 അക്കങ്ങൾ 0 ആയാൽ ആ സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കാം. അവസാനത്തെ 3 അക്കങ്ങൾ 8ന്റെ ഗുണിതമോ അല്ലെങ്കിൽ എന്താവണം? അത് 0 ആവാൻ. അപ്പൊ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാം. 56,70,75,000 ഇങ്ങനെ തന്നേക്കാണ്. 56,70,75,000-നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. അവസാനത്തെ 3 അക്കങ്ങൾ എന്താണ്? 0 അപ്പൊ ഒന്നുകിൽ 3 അക്കങ്ങൾ 8ന്റെ ഗുണിതമായാൽ മതി, അല്ലെങ്കിൽ 3 അക്കങ്ങൾ 0 ആയത്. അപ്പൊ 8 കൊണ്ട് ഹരിക്കാം. ഇനിയിപ്പോ വേറെ എന്താ പറയാ, 42,192. ഈ 192-നെ 192-നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. 8 6 3 18 അല്ലെ? ഇനി 12 എന്താണ്? അപ്പൊ 12 8ന്റെ ഗുണിതമാണോ? 192 8ന്റെ ഗുണിതമാണോ എന്ന് നോക്കുക. അങ്ങനെ 8 കൊണ്ട് 18 അല്ല, 2 16 അല്ലെ? 16 32, 4 32. അപ്പൊ ഇതിന് ശേഷം ഹരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കണം. ക്ലിയർ ആയ നിങ്ങൾക്ക്? അപ്പൊ 8ന്റെ ഗുണിതമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവസാനത്തെ 3 അക്കങ്ങൾ 8ന്റെ ഗുണിതമോ അല്ലെങ്കിൽ 0 ആയിരിക്കണം. അവസാനത്തെ 3 അക്കങ്ങൾ 0 ആയിരിക്കണം. അപ്പൊ ഒരെണ്ണം നമ്മൾ പറഞ്ഞത് ക്ലിയർ ആയില്ലേ? 56,70,75,000 അവസാനത്തെ 3 അക്കങ്ങൾ 0 8ന്റെ ഗുണിതമാവും, ഉറപ്പാണ്. അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ എന്താണ് എളുപ്പം? അവസാനത്തെ 3 അക്കങ്ങൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ നമ്മൾ എന്തുകൊണ്ട് ഹരിച്ചു നോക്കുക? 8 കൊണ്ട് ഹരിച്ചു നോക്കുക. അത്രേ നിവൃത്തിയുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരെണ്ണം കൂടി തരാം കേട്ടോ. അതായത് 1,01,156 ഇത് എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 156-നെ 8 കൊണ്ട് ഹരിക്കും. അപ്പൊ 1 8 2 16, അപ്പൊ 1 8 അല്ലെ? 8ഉം 7ഉം 15 അല്ലെ? 76 ഹരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതായത് 8 64, 9 8 72. അപ്പൊ 4 ശിഷ്ടം വന്നില്ലേ? അപ്പൊ നമുക്ക് ഇതിനെ ഹരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയോ? 8 കൊണ്ടുള്ള ഹരണം. ഇനി അടുത്തത് 9 കൊണ്ടുള്ള ഹരണമാണ് പറയുന്നത്. 9 കൊണ്ട് ഒരു സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ നമ്മളിപ്പോ 3 കൊണ്ട് ഹരിച്ച പോലെയാണ്. ആ സംഖ്യയിലെ അക്കങ്ങളുടെ തുക എന്തിന്റെ ഗുണിതമാകണം? 9ന്റെ ഗുണിതമാകണം. അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതമായാൽ 9 കൊണ്ട് നിശേഷം ഹരിക്കാം. എന്താ? 3,22,605 ഇതിനെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ 3 + 2 + 2 + 6
പ്ലസ് 0 പ്ലസ് 5. 6 5 11, 11 2 13, 13 2 15, 15 3 18. 9 2 18. അപ്പോ 18. ഈ ഒരു സംഖ്യയെ നമുക്ക് 9 കൊണ്ട് ഹരിക്കാൻ പറ്റും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതുപോലെ 5742 ഹരിക്കാൻ പറ്റുമോ? 4 2 6, 6ഉം 6ഉം 12 13, 13 5 18. അപ്പൊ 9 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇനി 6439, 6 4 10, 10 3 13, 13 അല്ലെ, 13 9, 13 7 20 2 22 ഹരിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ കൂട്ടി നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയാണ് 9ന്റെ ഗുണിതങ്ങൾ. ഇതിന്റെ ഒക്കെ ഞാൻ എന്താ പറയാ, കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം, നിങ്ങൾ ചെയ്തു നോക്കാം. ചെയ്തു നോക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ക്ലിയർ ആവും കേട്ടോ. ഇനി അടുത്തത് 10 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 10 കൊണ്ടും 5 കൊണ്ടൊക്കെ എളുപ്പാ. 5 കൊണ്ടാണെങ്കിൽ 0 5 അവസാനം വരും. 10 കൊണ്ടാണെങ്കിലോ അവസാനത്തെ അക്കം 0 ആയാൽ മാത്രമേ 10 കൊണ്ട് ഹരിക്കാൻ പറ്റുള്ളൂ. ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കം 0 ആയാൽ 10 കൊണ്ട് ഹരിക്കാം. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അടുത്ത വളരെ പ്രധാനമാട്ടോ മക്കളെ, ഒരു സംഖ്യയെ 11 കൊണ്ട് എങ്ങനെയാ ഹരിക്കുക എന്നാ ചോദിക്കണേ. ഒരു സംഖ്യയെ 11 കൊണ്ട് എങ്ങനെയാ ഹരിക്കുക? 11 കൊണ്ട് ഹരിക്കും. ആ സംഖ്യയെ 11 കൊണ്ട് ഹരിക്കണമെങ്കിൽ സംഖ്യയിലെ ഒന്നിടവിട്ട അക്കങ്ങളുടെ തുകയുടെ വ്യത്യാസം ഒന്നുകിൽ 0മോ ഒന്നിടവിട്ട അക്കങ്ങളുടെ തുക, അക്കങ്ങളുടെ തുകയുടെ വ്യത്യാസം ഒന്നുകിൽ എന്താവണം? 0 ആകണം, അല്ലെങ്കിൽ 11ന്റെ ഗുണിതമാകണം. എന്നാൽ എന്താവും? അത് ഹരിക്കാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നോക്കാട്ടാ, 5,79,634 ഒന്നിടവിട്ട സംഖ്യ 5, അത് കഴിഞ്ഞ 9, 5 പ്ലസ് 9, അത് കഴിഞ്ഞ പ്ലസ് 3. ഇനി ഇവിടെ 7ഉം 6ഉം, 7ഉം അതുപോലെ തന്നെ 6ഉം. അപ്പൊ ഇത് രണ്ടും കൂട്ടാട്ടാ. അതായത് 9 9 3 12, 12 5 17 കിട്ടിയില്ലോ. 6 6ഉം 12 1 13, ഒരെണ്ണം 17ഉം കിട്ടി. സോറി, 7ഉം 5,00,000 ഏതായിരിക്കും? 5,79,634 ഉണ്ട്. 634 എന്നാലേ ശരിയാവുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ? അപ്പോ 7ഉം അതുപോലെ തന്നെ 6ഉം പ്ലസ് 4ഉം, 7ഉം 6ഉം 4ഉം. നോക്കിയേ, അപ്പൊ ഇവിടെ 17 കിട്ടി. 6ഉം 4ഉം 10ഉം 7ഉം 17. അപ്പൊ 17 മൈനസ് 17 എന്താ? 0 അല്ലേ? ഇവിടെയും 17 കിട്ടി, 17 കിട്ടി. 17 മൈനസ് 17 0. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതുപോലെ തന്നെ എന്താ പറയാ, വേറെ ഒരെണ്ണം, ഒന്നിടവിട്ട സംഖ്യകളുടെ തുക 0 ആയാൽ അതിനെ നമുക്ക് എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റും? 11 കൊണ്ട് ഹരിക്കാം. 0 മാത്രമല്ല 11ന്റെ ഗുണിതങ്ങളും ആവാം. അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കിക്കോട്ടാ. 28, 46, 151 ഒരു സംഖ്യ തരികയാണ്. 1 10 100 1000 10000 ലക്ഷം 10 ലക്ഷം. 28,46,151. അപ്പോ 2 4 1 1 അല്ലെ, അത് കൂട്ടാം. ഒന്നിടവിട്ട സംഖ്യ 2 പ്ലസ് 4 പ്ലസ് 1 പ്ലസ് 1. അടുത്തത് എങ്ങനെയാ? 8 പ്ലസ് 4 പ്ലസ് എത്രയാണ്? 8 പ്ലസ് 4 സോറി 8 പ്ലസ് 6 പ്ലസ് 8 പ്ലസ് 6 പ്ലസ് 5 അല്ലെ. 8 പ്ലസ് 6 പ്ലസ് 5. ഒന്നും കൂടെ പറയാം. 28,46,151. അപ്പൊ ആദ്യം 2, പിന്നെ 4, പിന്നെ 1, പിന്നെ 1. 2 4 1 1 2 4 6 6 2 8 അല്ലെ. 8 അല്ലേ കിട്ടിയ? നമുക്ക് 8 കിട്ടി. ഇനി അപ്പൊ അടുത്തത് എന്താണ്? 8 പ്ലസ് 6 പ്ലസ് 5. 8ഉം 6 8 14 5 19. അപ്പൊ 19ന്ന് 8 കുറയ്ക്കുമ്പോ എത്രയും മക്കളെ കിട്ടണേ? 11 അല്ലേ കിട്ടണേ? അപ്പൊ ഒന്നുകിൽ 11 കിട്ടിയാലോ അല്ലെങ്കിൽ 0 കിട്ടിയാലോ എന്ത് പറ്റും എന്ന് പറഞ്ഞു നമ്മള്? പറ്റുന്നു പറഞ്ഞു അല്ലെ. അതായത് ഒന്നിടവിട്ട അക്കങ്ങളുടെ തുകയുടെ വ്യത്യാസം ഒന്നുകിൽ 0 ആവുക അല്ലെങ്കിൽ 11ന്റെ ഗുണിതാവുക. ക്ലിയർ ആയോ? ഒന്നും കൂടി പറയണോ? 11ന്റെ. അപ്പൊ 11 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ തന്നിരിക്കുന്ന സംഖ്യ നോക്കണം. ആ സംഖ്യയുടെ ഒന്നിടവിട്ട
ഒന്നിടവിട്ട സംഖ്യകളുടെ തുക നോക്കുക. തുക സംഖ്യകളുടെ തുക എടുത്തിട്ട് അതിന്റെ വ്യത്യാസം കാണുക. അതിന്റെ വ്യത്യാസം കണ്ടിട്ട് അത് ഒന്നുകിൽ 11ന്റെ ഗുണിതമാകണം, അല്ലെങ്കിൽ എന്താകണം, 0 എക്സാമ്പിൾ ഒന്നും കൂടെ നമുക്ക് എഴുതാം. എന്താണ്? ഒന്നും കൂടെ എഴുതിയാലോ? എത്രയാ? 5,79,634. ഇപ്പൊ 5,79,634 ഒന്നിടവിട്ട സംഖ്യകൾ എടുത്തേ. 5 + 9 + 3 5 + 9 + 3 9 3 12 12 5 17 കിട്ടിയില്ലേ? അടുത്തത് 7 + 6 + 4 6 4 10 10 7 17 17 - 17 എത്ര കിട്ടിയേ? 0. അപ്പൊ ഇതിനെ 11 കൊണ്ട് ഹരിക്കാൻ പറ്റും. അടുത്തത് 28,46,151. അപ്പൊ നമ്മൾ വീണ്ടും കൊടുക്കുക. ഒന്നിടവിട്ട സംഖ്യ 2 + 4 4 2 6 6 + 1 7 7 + 1 8. അപ്പൊ ഇത് കൂട്ടിപ്പോ 8 കിട്ടി. 8 + 6 8 മാറും 14 14 5 എത്ര കിട്ടിയേ? 19 കിട്ടി. അപ്പോ 19ന്ന് 8 കുറച്ചാൽ 19ന്ന് 8 പോയാ എത്ര വന്നു? 11. അപ്പൊ 11ന്റെ ഗുണിതമായില്ലേ? അപ്പൊ ഒന്നിടവിട്ട സംഖ്യ 11ന്റെ ഗുണിതമോ അല്ലെങ്കിൽ 0മോ ആയാൽ സംഖ്യ എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റും? 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഇത്രയും. അപ്പൊ നമ്മൾ 2 തൊട്ട് 11 വരെയുള്ള പറഞ്ഞ 2 3 4 5 6 7 8 9 10 11. ഇനി കുറച്ചും കൂടി എന്താ പറയാ കൂടുതൽ എന്താ പറയാ ബുദ്ധിമുട്ടില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും പറയാനില്ല. 12 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന്. ഒരു സംഖ്യയെ 12 കൊണ്ട് എങ്ങനെയാ ഹരിക്കാന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാ പറയാ? സംഖ്യയെ 12 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോ അപ്പൊ 11നേക്കാളും വലിയ സംഖ്യകളുടെ നിശേഷഹരണം എന്താ പറയുന്നത് പലപ്പോഴും PSCയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണേ വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം സംഖ്യകള് നമ്മൾ നോക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കോ പ്രൈം എന്താണെന്നൊന്ന് പഠിച്ചു വെക്കുക. കോ പ്രൈം എന്ന് പറയുന്ന ഒരു വേർഡ് പഠിച്ചു വെക്കണം. അപ്പൊ ഈ കോ പ്രൈം എന്നുള്ള പറയുന്ന വേർഡ് പഠിച്ചു വെക്കുക കഴിഞ്ഞാൽ ഇത്തരം സംഖ്യകളുടെ നമുക്ക് എന്താ പറയാ ആൻസർ കണ്ടെത്താൻ പറ്റും. ഒരു സംഖ്യ തന്നിട്ട് ആ സംഖ്യ ഒരു എന്താ പറയുന്നത് കോ പ്രൈം ആകണമെങ്കിൽ ആ സംഖ്യകളുടെ HCF അഥവാ ഊസാഗ ഒന്നായാൽ മാത്രമേ അത് കോ പ്രൈംസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 4 കോ പ്രൈംസ് ആണ്. 3ന്റെയും 4ന്റെയും ഊസാഗ ഒന്നാണ്. അതുപോലെ 3 5 കോ പ്രൈംസ് ആണ്. 2 3 കോ പ്രൈംസ് ആണ്. ഇതിന് എന്ത് മാത്രമേ ഉള്ളൂ? ഒരേ ഒരു ഘടകം മാത്രമേ ഉള്ളൂ, 1 എന്നുള്ള ഘടകം മാത്രമേ ഉള്ളൂ. 9 11 ഇതെന്താണ്? കോ പ്രൈംസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കോ പ്രൈം ആണെങ്കിൽ എന്താ പറയാ ഒരു ജോഡി സംഖ്യകൾ കോ പ്രൈംസ് ആണെങ്കിൽ ആ സംഖ്യകളുടെ HCF എന്തായിരിക്കും? 1 ആയിരിക്കും. ആ സംഖ്യകളുടെ HCF 1 ആയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. ഇനി എന്താ പറയുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ ടീച്ചർ തരാം. 2 4 ഇത് കോ പ്രൈംസ് ആണോ എന്ന് ചോദിച്ചാൽ കോ പ്രൈംസ് അല്ല മക്കളെ. കാരണം ഇതിനെ ഘടകങ്ങളാക്കാം. 2 4നെ 2നെ ഘടകങ്ങളാക്കി 1 2 4 കണ്ട. അപ്പൊ അങ്ങനെ നമുക്ക് ഘടകങ്ങളാക്കാൻ പറ്റും. പക്ഷെ 2നെയും 3നെയും നമ്മൾ ഘടകങ്ങളാക്കി നോക്കിയേ. ഘടകങ്ങളാക്കി നോക്കുമ്പോൾ 1 കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. മനസ്സിലായോ? 2 2 3 3. അപ്പൊ 1 HCF ആയതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോ പ്രൈംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ നമ്മൾ കോ പ്രൈംസ് എടുത്താലാണ് നമുക്ക് കോ പ്രൈംസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് കൃത്യമായിട്ട് മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് എന്ത് പറ്റുള്ളൂ? ഈ നിശേഷഹരണം എന്ന് പറയുന്നത് നമുക്ക് ഈ 12 തൊട്ടുള്ളത് നമുക്ക് ക്ലിയർ ആവുള്ളൂ കേട്ടോ. അപ്പൊ കോ പ്രൈംസ് എന്താണെന്ന് ടീച്ചർ ഒന്ന് പറഞ്ഞു തന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു സംഖ്യയെ 12 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ ആ സംഖ്യയെ 12ന്റെ കോ പ്രൈം ജോഡികളായിട്ട് നമുക്ക് നോക്കണം, കോ പ്രൈം ആക്കി മാറ്റണം. ഈ 12ന്റെ കോ പ്രൈംസ് ഏതൊക്കെയാണ്? 12ന്റെ കോ പ്രൈംസ് 3ഉം 4ഉം ആണ്. 3 4 12. 6 2 12 ആണ്. പക്ഷെ 6 2നും എന്തില്ല? HCF 1 അല്ല. അല്ലെ? ക്ലിയർ ആയോ? അപ്പൊ നമ്മള് അങ്ങനെ കോ പ്രൈംസ് ഒന്നായത് മാത്രം എടുക്കണം. അപ്പൊ കോ പ്രൈംസ് ഒന്നായത് 3 4. അപ്പൊ ആ സംഖ്യയെ 3 കൊണ്ട് 4 കൊണ്ട് നിശേഷീകരിക്കാൻ പറ്റുമെങ്കിൽ ആ സംഖ്യയെ 12 കണ്ട് ഹരിക്കാൻ പറ്റും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഒരു സംഖ്യയെ 12 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ ആ സംഖ്യ 12ന്റെ കോ പ്രൈം ജോഡികളായിട്ടുള്ള 4 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക.
അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റും? 12 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇനി 15 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണേ വെച്ചാൽ ആ സംഖ്യയെ 3 കൊണ്ടും 5 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റുമോ നോക്കാം. 15ന്റെ കോപ്രൈംസ് ആണ് 3ഉം 5ഉം. ഇനി ഒരു സംഖ്യയെ 18 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ 2 കൊണ്ടും 9 കൊണ്ടും ഹരിക്കാൻ പറ്റുമോ നോക്കാം. ഈ 2ഉം 9ഉമാണ് 18ന്റെ കോപ്രൈംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സംഖ്യയെ 24 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണമെങ്കിൽ ആ സംഖ്യയെ 3 കൊണ്ടും 8 കൊണ്ടും ഹരിക്കാൻ പറ്റുമോ നോക്കാം. 3ഉം 8ഉമാണ് ആ സംഖ്യയുടെ കോപ്രൈംസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പോ 12, 15, 18, 24 ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ട് അതുകൊണ്ടാണ് ഈ 4 നമ്മൾ പറഞ്ഞത്. ഒരു സംഖ്യയെ 12 കൊണ്ട് ഹരിക്കണമെങ്കിൽ അതിന്റെ കോപ്രൈംസ് ആയ 3 കൊണ്ടും 4 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റണം. 3ന്റെ റൂൾസും 4ന്റെ റൂൾസും നമ്മൾ പഠിച്ചു. ഒരു സംഖ്യയെ 15 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണമെങ്കിൽ അതിനെ 3 കൊണ്ടും 5 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റണം. ക്ലിയർ ആയോ? ഒരു സംഖ്യയെ 18 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണമെങ്കിൽ അതിനെ 2 കൊണ്ടും 9 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റണം. ഒരു സംഖ്യ 24 കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ അതിനെ നമുക്ക് 8 കൊണ്ടും അതുപോലെ തന്നെ 3 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റണം. ഇത് ഞാൻ കോപ്രൈംസ് മാത്രമേ പറയുള്ളൂ. ബാക്കിയുള്ളതിപ്പോ 3 കൊണ്ടുള്ളതും 2 കൊണ്ടുള്ളതും 9 കൊണ്ടുള്ളതും 8 കൊണ്ടുള്ളതും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പിന്നെ വീണ്ടും ഇത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഇനി ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? ഇതിന്റെ കുറേ അധികം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്ത് തരാം. അത് നിങ്ങൾ കുറേ അധികം ചെയ്തു നോക്കുക. ചെയ്തു നോക്കുമ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് മനസ്സിലാവും. അപ്പൊ ഇത്രയാണ് ഇന്ന് നിശേഷഹരണം എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. മനസ്സിലായിച്ച അത് നിങ്ങൾക്ക് മനസ്സിലായില്ല ചെയ്ത് ഭാഗം മനസ്സിലാവാത്ത തുടങ്ങിയ കാര്യങ്ങൾ അപ്പൊ ഞാനത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് 2 തുടങ്ങി 24 വരെ ഉള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, അതായത് നിശേഷഹരണം എന്ന് പറയുന്ന ടോപ്പിക് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാൻ ടെലഗ്രാം ചാനലിൽ. നിങ്ങൾ എങ്ങനെയായാലും അത് പിന്നെയും ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് മാത്സ് ക്ലാസ് ഓരോ ക്ലാസ്സുകളും പഠിക്കാം. മാത്സ് ആകുമ്പോൾ കുറച്ച് വലിയ ക്ലാസ്സുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് എന്താ പറയാ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് വലിയ ക്ലാസ്സുകളായാൽ മാത്രമാണല്ലോ എന്താ പറയാ ഇത് പറഞ്ഞ് തീരുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഒരു സംഖ്യ കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു നമുക്ക് ഇടയിൽ നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ മക്കളെ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് കേട്ടോ.